ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല. അധ്യാപകനായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്നേഹമാണ്. അത് ഏറ്റവും കൂടുതൽ കിട്ടിയ ദിവസം ഇന്ന്. അതെ, ആ കുട്ടി പറഞ്ഞ പോലെ അതുൽ മാഷ് പാവ. ആ പാവ ഞാൻ കുട്ടികളുടെ സ്നേഹത്തിന് ഇടയിൽ കുടുങ്ങിപ്പോയി. ആഗസ്റ്റ് 22 എൻ്റെ ബർത്ത്ഡേക്ക് ഇവര് ജൂലൈയിലെ ഗിഫ്റ്റെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അതാണ് എനിക്ക് കിട്ടിയത്. ക്ലാസ് എടുക്കുന്നതിനിടയിൽ എപ്പോഴോ പോകുന്ന കാര്യം പറഞ്ഞു പോയി. അതിനുശേഷം പിന്നെ ഫുള്ള് കരച്ചിലായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒന്നും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൈ കിട്ടി എന്തെല്ലോ എടുത്ത് തരാനുള്ള നോക്കി. ഞാൻ കുറേ ഭാഗം സാധനങ്ങളും വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് അവർ തരുന്നത് എന്തെല്ലോ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് പിള്ളേരുടെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊന്നിച്ച് കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോനകത്ത് അങ്ങത്തോളം ഉള്ളത്. ഞാൻ പിന്നെ വോയിസ് ഒന്നും അധികം ഏടാൻ നിൽക്കുന്നില്ല. കാരണം ഈ ഒരു സമയത്തെ ആ ഒരു പിള്ളേരുടെ റിയാക്ഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ളത്. അപ്പം ഇതൊന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇടുന്നു എന്ന് മാത്രം. ഇന്റർവെല്ലിന്റെ ടൈമിൽ ചെറിയൊരു യാത്രയപ്പ് പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അതിന് എല്ലാവരും ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ കുറെ ആൾക്കാർ പോയി. ഉള്ള ആൾക്കാർ കുറെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുട്ടികൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് എന്തെങ്കിലും ആക്കി കൊണ്ടുവരിക ചെയ്തത്. അതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒന്നും വായിച്ചു നോക്കിയിട്ടില്ല. എല്ലാം ഞാൻ സാവധാനം വായിക്കും. അതിൻ്റെ വേറെ തന്നെ വീഡിയോ ഞാൻ ചെയ്യും. എല്ലാവരും യൂട്യൂബിൽ കാണിക്കണം എന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോയിൽ എല്ലാവരും ഇന്നെടുത്ത വീഡിയോസ് മൊത്തം ഉൾപ്പെടുത്തിയിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും യൂട്യൂബിലെത്തട്ടെ. അങ്ങനെ ഓരോരുത്തരായിട്ട് എന്തെല്ലോ സാധനങ്ങൾ കൊണ്ടുത്തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ ലെറ്റേഴ്സ് എല്ലാം അതിനെ പറ്റിയിട്ട് എന്തെല്ലോ എഴുതിയിട്ടെല്ലാം കൊണ്ടുത്തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പിള്ളേർക്കെല്ലാം ഇത്ര സ്നേഹമുള്ളത് ഞാൻ ഇന്ന് പോകുമ്പോൾ ആണ് അറിയുന്നത്. നാളെ ഇത്ര സ്നേഹം ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല. ടെമ്പററി ആയിട്ട് വന്നിട്ട് പോകുന്ന ആൾക്കാരെ തിരിച്ചെടുക്കണം എന്നുള്ള മറ്റേ അപേക്ഷ എഴുതി കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചു കാലം മാത്രമാണ് ഇവിടെ നിന്നെങ്കിലും ഇവരോടൊത്തുള്ള ഓരോ നിമിഷവും ഓർമ്മകളിൽ എന്നും ഉണ്ടാവും. ഈ മൊമെന്റ്സ് എല്ലാം എനിക്ക് സേവ് ചെയ്ത് വെക്കണം തോന്നി. അതാണ് വീഡിയോയിൽ എടുക്കുന്നത്. കാലം കടന്നു പോകും, പിള്ളേരെല്ലാം വളരും. അവർക്ക് പുതിയ പുതിയ കുറേ ആൾക്കാർ അവരുടെ ജീവിതത്തിലേക്ക് വരും. ആ സമയത്ത് നമ്മൾ വെച്ചുള്ള കുറച്ച് സമയങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെക്കണ്ടേ. ഇപ്പോൾ ഉള്ള മൈൻഡൊന്നുമല്ല പിള്ളേർക്ക് ഉണ്ടാവുക. അന്ന് ഈ കോലെല്ലാം കണ്ടിട്ട് അവർ ചിലപ്പോൾ പ്രാകും. ഓക്കെ ഓട്ടോഗ്രാഫ് ഒന്നും വേണ്ട. ഞാൻ വലിയ സംഭവം എല്ലാവരും ഇല്ലേ? വീഡിയോ എടുത്താ വീഡിയോ എടുത്താ ഓക്കെ എല്ലാവരും ഇല്ലേ? കാണുന്നില്ലേ? ഓക്കെ എല്ലാവരും എല്ലാവരും
കിട്ടുന്നില്ല. സൗണ്ട് ആക്കല. താങ്ക് യു. സൗണ്ട് ഉണ്ടാക്കല്ലേ. എടാ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഓടി രക്ഷപ്പെടും. സൗണ്ട് ഉണ്ടാക്കല. വായു കൂട്ട് കൈ ആക്ഷൻ മാത്രം മതി. മുണ്ട്ര വായു കൂട്ടണേ. ഞാൻ പോകാം. ഞാനങ്ങനെ നിങ്ങളിപ്പം കണ്ട പോലെ ഓരോ ക്ലാസ്സിലും പോയി. ഞാൻ എടുക്കുന്ന ഓരോ ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പോയി. എന്നിട്ട് പിള്ളേരെ കരച്ചിലെല്ലാം കുറച്ച് മാറ്റി വീഡിയോയിലെടുത്ത് അവരെ ഒന്ന് ചില്ലാക്കിയതിന് ശേഷം ഞാൻ പോകുന്നത്. എന്തായാലും ഈ സങ്കടവും കരച്ചിലെല്ലാം 1-2 ദിവസത്തേക്ക് ഉണ്ടാവും. ബാക്കി മെല്ലെ മെല്ലെ ഇവർ ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മറക്കും. പക്ഷെ എനിക്കിതെല്ലാം എപ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലെടുത്ത് സെറ്റാക്കി വെക്കുന്നത്. ഇവരെല്ലാം കുറേ വലുതായി വലിയ ആൾക്കാരിലാവും. അന്നേരം ഈ സാധനം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. നേരത്തെ പൊട്ടിക്കരഞ്ഞവരെല്ലാം പിന്നെ ചിരിക്കാനെല്ലാം തുടങ്ങി. അതെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം, ഒരു ആശ്വാസമായി. എന്നെ ക്ലാസ്സിൽ തടഞ്ഞു വെക്കാൻ വരെയുള്ള ശ്രമങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ കേസ് കൊടുക്കുവേ. എല്ലാരും കിട്ടും. അതാ ഞാൻ കിട്ടിയില്ലേ? കിട്ടുന്നില്ല. എല്ലാരും ഇല്ലേ? അങ്ങനെ ഹാജറ മിസ് വന്ന് 2 കലമ്പ് കൊടുത്തതിന് ശേഷമാണ് പിള്ളേരെല്ലാം ക്ലാസ്സിലേക്ക് പോയത്. ആ സമയത്ത് ഞാൻ എങ്ങനെയല്ലോ വണ്ടിയെടുത്ത് രക്ഷപ്പെട്ടു. അച്ഛനിന്ന് സ്കൂൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനൊന്നും പുറത്തൊന്നും വീഡിയോയിൽ എടുക്കുന്നത്. അച്ഛനും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിച്ചേർന്ന് കുറച്ചാൾ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതമാണ്.